ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ ഏകദേശം പ്രഖ്യാപിച്ചൊരു പ്രചരണത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ UDF. കേരളത്തിലെ 92 മണ്ഡലങ്ങളിൽ ഏകദേശം സ്ഥാനാർത്ഥി നിർണയമൊക്കെ ആയിട്ടുമുണ്ട്. മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നും രമേശ് പിഷാരടിയെ പോലുള്ള സെലിബ്രിറ്റികളും IM വിജയനെ പോലുള്ള കായിക താരങ്ങളുമൊക്കെ ഇത്തവണ UDFന് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഉറച്ച ആത്മവിശ്വാസം ഇത്തവണ UDFന് നന്നായിട്ട് തന്നെയുണ്ട്. അതായത് ഞങ്ങൾ ഇത്തവണ ജയിച്ചിരിക്കുമെന്നുള്ളത് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഇത്തരം നീക്കങ്ങളിലേക്ക് UDF പോകുമ്പോൾ വിജയ സാധ്യത തീർത്തും ഉറപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുമോ എന്നും ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ നാം ഇപ്പോൾ എടുത്തു നോക്കേണ്ടത് 10 വർഷമായി LDF ആണ് അധികാരത്തിലുള്ളത്. ആ LDFന്റെ ഭരണവും അതുപോലെ പ്രതിപക്ഷത്തുള്ള UDFും എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പ്രധാനമായും പോകുന്നത്. UDFന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഏറെക്കുറെ UDF ക്യാമ്പും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ചൂണ്ടുപലകയായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളല്ല. സാധാരണഗതിയിൽ കേരളത്തിൽ എത്രയൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായാലും CPMന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മൃഗീയ മേൽക്കൈ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അത് CPMന്റെ ഒരു കേഡർ സംവിധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണ്. അതായത് CPMന്റെ സംഘടന സംവിധാനം എന്ന് പറയുന്നത് അങ്ങ് ഏറ്റവും താഴെ മുതൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. അതായത് ഏറ്റവും താഴെത്തട്ട് മുതൽ മുകളിൽ വരെ ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഏറ്റവും ചെറിയൊരു മേഖലയിൽ പോലും ഒരു 10 പേരെ കൂട്ടി വരുമെന്ന് പറഞ്ഞാൽ CPMന് അത് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം പിന്നെയുള്ളത് RSSനാണ്. അപ്പോൾ ഈ കേഡർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ CPMന് വലിയ തിരിച്ചടി ഒരിക്കലും ഉണ്ടായിട്ടുമില്ല എന്നാണ് അവർ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയൊരു തിരിച്ചടി ഉണ്ടായത് CPMനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനായുള്ളത്, അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം മുന്നിലുള്ളപ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് മാറ്റി ജനകീയനാക്കി എടുക്കുക, അതുപോലെ തന്നെ CPMന് നഷ്ടപ്പെട്ട ജനപ്രതി തിരിച്ചു കൊണ്ടുവരിക, സാമുദായിക അടിസ്ഥാനത്തിൽ CPMൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഹിന്ദു ഭാഗത്തെ തിരിച്ചു കൊണ്ടുവരിക, കൈവിട്ട ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെത്തിക്കുക തുടങ്ങിയ ഒരുപാട് ടാസ്കുകൾ CPMന് മുന്നിൽ തന്നെ നന്നായിട്ടുണ്ട്. അത് അത്ര എളുപ്പവുമല്ല. ഈ 3 മാസത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യം കൂടിയാണ്. അങ്ങനെ എളുപ്പമാകണമെങ്കിൽ പ്രതിപക്ഷം ദുർബലമാകണമായിരുന്നു. പക്ഷെ ഇവിടെ പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാണ്. എപ്പോഴും UDF ഒരു പ്രശ്നമായി കണ്ടിരുന്നത് നേതാക്കൾക്കിടയിലെ ഐക്യമില്ലായ്മയായിരുന്നു. അതായത് ഒരു നേതാവ് ഒരു വഴിക്ക് പോകുമ്പോൾ മറ്റൊരു നേതാവ് വേറെ ഏതെങ്കിലും വഴിക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിൽ ഇതുവരെയും കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത്. A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കോൺഗ്രസിന് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം എന്ന്. അത് മാത്രമല്ല, ഒരു നേതാവ് വളരരുത് എന്ന് വിചാരിച്ച് അയാളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന മറ്റൊരു നേതാവ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള കുതികാൽ വെട്ടിന്റെ പേര് കേട്ട പ്രസ്ഥാനം കൂടിയാണ് പണ്ട് മുതലേ കോൺഗ്രസ്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തമ്മിലടിയും തൊഴുത്തിൽ കുത്തുമായി അല്ലെങ്കിൽ ചരട് വലിയുമായി മുന്നോട്ട് പോയാൽ, അങ്ങനെ നടന്നാൽ അതിന് ഏറ്റവും വലിയ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് CPM ആയിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് തുടർ ഭരണം കിട്ടിയാൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ നാമാവശേഷമാകി പോകും, അല്ലെങ്കിൽ ചിഹ്ന ഭിന്നമായി പോകുകയും ചെയ്യും. കാരണം വിഴുങ്ങാൻ തക്കം പാർത്ത് BJP അവിടെ ഇരിപ്പുമുണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും സാബുവും ജേക്കബിനെ പോലെ ഉള്ള വ്യവസായികൾ അടക്കമുള്ളവർക്ക് BJP NDA പാളത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും ഒക്കെ ഇനിയും BJPയിലേക്ക് പോകാൻ സാധ്യത. നാം ആലോചിക്കണം, ഇവിടെ പല നേതാക്കളുടെ മക്കളടക്കമുള്ളവർ പോയതാണ്. അതിൽ അനിൽ ആന്റണി അടക്കമുള്ളവർ, അതുപോലെ നിരവധി പേർ BJPയിലേക്ക് പൊക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗുണമൊന്നും BJP കേരളത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിലും CPM കോൺഗ്രസിനും അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വരിക്കുക എന്നുള്ള സാധനം BJP എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ CPMന്റെ മുൻ MLA പോയി കഴിഞ്ഞു, അതുപോലെ കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ പോയി കഴിഞ്ഞു. CPMന്റെ ഒക്കെ വക്താവായിരുന്ന ആൾക്കാരൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ചാനൽ നിരീക്ഷകരായിരുന്ന ആൾക്കാരൊക്കെ പോകുന്നു. അങ്ങനെയുള്ള ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ളവരൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് CPMനെതിരെയും അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. കോൺഗ്രസിൽ നിന്നും ചാടുന്നു അല്ലെങ്കിൽ CPMനും ചാടുന്ന ഗുണം. ഇതുകൊണ്ട് CPMനും കോൺഗ്രസിനൊക്കെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മറ്റൊന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, BJPക്ക് ആളെ കൂട്ടാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരവിടെ ചെയ്യുന്ന, അവർക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും അധികാരത്തിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വലിക്കുക എന്നുള്ളവർ അവർ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPMനും കോൺഗ്രസിനും അതുണ്ടാക്കുന്ന ഇമേജ് നഷ്ടം വളരെ കൂടുതലുമാണ്. കാരണം കേരളത്തിൽ ഒന്നുമല്ലാത്ത BJPയിലേക്ക് ഒഴുക്കുണ്ടാകുന്നൊരു ഇമേജ് സൃഷ്ടിച്ചെടുത്താൽ അത് BJPക്ക് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. BJPക്ക് അത് കഴിയുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ നിന്ന് കുറച്ച് പ്രമുഖരെങ്കിലും കൊണ്ടുവന്ന് BJP സെറ്റായി നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ഒരു വാതിൽ അവർ തുറന്നിട്ടിട്ടുമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയത്തിന് പകരം പരാജയമാണെങ്കിൽ ആ വാതിലിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വാതിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. BJPയിലേക്ക് പോകാൻ വേണ്ടി ആൾക്കാരുടെ
തള്ളിക്കയറ്റവും ഉണ്ടാക്കും. കാരണം CPM-ലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. CPM തുടർഭരണം കിട്ടിയ ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിപൂർണ്ണ തകർച്ച എന്നുള്ളതാണ് ചരിത്രം കണ്ടിട്ടുള്ളത്. അത് ഏത് പാർട്ടിയായാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അധികാരം കിട്ടിയാൽ അധികാരത്തിന് മത്ത് പിടിച്ച് മൊത്തം കുളമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ CPM-ന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയുന്നത് കൂടിയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ CPM-ലെ അസഭക്തരായിട്ടുള്ള ആളുകൾ ഈ അന്തം കമ്മികൾ എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവർ പോലും ഇപ്പോഴും CPM ഒന്ന് പ്രതിപക്ഷത്തിരിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം കടന്നൽ കൂട്ടങ്ങളാണെന്ന് ഇവരെ നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അന്തംകമ്മികളാണെന്ന് പറയുമ്പോഴും അവർ പോലും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രതിപക്ഷത്ത് വരട്ടെ, അങ്ങനെയെങ്കിലും പാർട്ടി വളരട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കാരണം CPM-നെ സംബന്ധിച്ച് അവർ എപ്പോഴും ഷാർപ്പാകുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. ഭരണപക്ഷത്തിരിക്കുന്ന CPM-നേക്കാൾ വളരെ അഗ്രസീവായിട്ടുള്ള പാർട്ടി സംവിധാനം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഉണ്ടാകുക. മാത്രമല്ല ഭരണപക്ഷത്തിരിക്കുന്നതിനേക്കാളും ശക്തനാവുകയും പേടിക്കേണ്ടതും പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നെ കൂടിയാണ്. എപ്പോഴും അവർ ചടുലമായിരിക്കും, സമരമുഖങ്ങളിലെ തീ ജ്വാലകളായിരിക്കും. അങ്ങനെ എപ്പോഴും CPM ജനങ്ങൾക്കൊപ്പം തെരുവിൽ സമരത്തിന്റെ ഭാഗമായി ഭരണപക്ഷത്തെ തുറന്നു കാട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊക്കെ സംഘപരിവാറിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്താറുമുണ്ട്, നടത്തിയിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും CPM ഇങ്ങനെ ഇരിക്കണം, പ്രതിപക്ഷത്തിരിക്കട്ടെ എന്ന് കരുതുന്ന ജനങ്ങളും CPM-കാരും ഒരുപോലെയുണ്ട്. പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് കോൺഗ്രസിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് വലിയൊരു വിഭാഗം ജനങ്ങൾ കോൺഗ്രസിനോട് അടുക്കുന്നുമുണ്ട്. അതായത് BJP വർഗീയത പറയുന്നു, CPM വർഗീയ ധ്രുവീകരണത്തിന് കൂട്ടുനിൽക്കുന്നു, ശ്രമിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മതനിരപേക്ഷ കേരളത്തിന്റെ പ്രത്യാശ തുരുത്തെന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആണെന്ന മട്ടിലേക്ക് ജനങ്ങൾ കോൺഗ്രസിനെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് 2 തെളിവുകളാണുള്ളത്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ മുന്നേറ്റം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്നത് നമ്മൾ ഈയിടെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെയാണ്. അദ്ദേഹം പ്രതികരണം നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിനുണ്ടാകുന്ന ജനപിന്തുണ എത്രത്തോളമാണെന്ന്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ CPM ഇവരെ തളർത്താൻ നോക്കിയാലും അത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് UDF-ന് ജനങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. തിരിച്ച് ജനങ്ങൾ UDF-നോടുള്ള സ്നേഹവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു സ്നേഹമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രാധാന്യം ലഭിക്കുന്നുമുണ്ട്. രാഹുലിനെതിരായി വന്ന പല വിഷയങ്ങളും ഇപ്പോഴത്തെ CPM അവർക്ക് അനുകൂലമായി എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, സോളാർ കേസ് വരെ വന്നപ്പോൾ അവർ എന്താണെങ്കിലും ചെയ്യുന്നത് CPM-നെ പ്രതീക്ഷകളൊക്കെ എത്രത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കണ്ടല്ലോ. കോൺഗ്രസിനെ തകർക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. രാഹുലിനെതിരെ വന്ന എല്ലാ വിഷയങ്ങളും അവർ രാഷ്ട്രീയമായി കൃത്യമായി അത് മുതലെടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവർ കയറി കളിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തായി, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM കെട്ടിയെഴുന്നേൽച്ച് കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവൻ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടായി. അതിലേറ്റവും വലിയ പ്രധാനമായി എടുത്ത് പറയേണ്ടതാണ് ശബരിമല സ്വർണ്ണക്കള്ള വിഷയം. അവരവിടെ കൃത്യമായത് കളിച്ചു, അല്ലെങ്കിൽ കൃത്യമായത് കോൺഗ്രസ് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ CPM തകർന്ന് തറ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. സൈബർ ആക്രമണവും ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. സോളാർ കേസിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ വില കളയാൻ ശ്രമിച്ചതും അതിന് പിന്നിൽ ഗണേഷ് കുമാറാണെന്ന മൊഴി പുറത്തു വന്നതുമൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ആലോചിക്കണം, ഒരു അധികാരനായ നേതാവിനെ എത്രത്തോളമാണ് മാധ്യമങ്ങളടക്കമുള്ളവർ, പ്രതിപക്ഷമടക്കമുള്ളവർ വേട്ടയാടിയതെന്ന്. അത് ജനങ്ങൾ മറന്നിട്ടില്ല, കേരളം മറന്നിട്ടില്ല. CPM-ന്റെ ജനവിരുദ്ധ സമീപനങ്ങൾ, പോലീസിംഗിലെ കെടുകാര്യസ്ഥത, ആഭ്യന്തര വകുപ്പിലെ പരാജയം, ഭരണത്തിലെ അഴിമതികളും ദൂർത്തും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ശബരിമല വിഷയം എന്നത്. മുമ്പ് പിണറായി വിജയനെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലേക്കായിരുന്നു കരുതുന്നതെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ പച്ചയ്ക്ക് വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും തള്ളിക്കളയാൻ പറ്റില്ല. ഓൺലൈൻ ചാനലുകളിലൊക്കെ ജനങ്ങൾ നൽകുന്ന പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവർ ചോദിച്ചത്, കേരളം ഇത്ര മികച്ച സംസ്ഥാനമാണെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നതെന്നാണ്. അങ്ങനെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി സ്ഥാനാർത്ഥി എണ്ണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുണ്ടറ, കരുനാഗപ്പള്ളി, ഹരിപ്പാട്, കോട്ടയം, പരവൂര് മണ്ഡലങ്ങളിലൊക്കെ ഒരേ ഒരു സ്ഥാനാർത്ഥി മാത്രമേ പാനലിൽ ഉണ്ടാകുന്നുള്ളൂ. 5 സിറ്റിംഗ് എംപിമാർ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. രമേശ് പിഷാരടിയും IM വിജയനെയും പോലുള്ളവർ കൂടി വരുമ്പോൾ അത് വലിയ ആവേശമുണ്ടാക്കുകയും ചെയ്യും. IM വിജയനെ തൃശ്ശൂർ മത്സരിപ്പിച്ചാൽ സുരേഷ് ഗോപിയല്ല 6 ക്യാമ്പ് നടത്തിയിട്ടും അവിടെ BJPക്ക് ജയിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്നാലും IM വിജയന്റെ ജനപ്രീതിക്ക് മുന്നിൽ BJP പതറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിന്റെ സാന്നിധ്യവും സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കും ഒക്കെ അവർക്ക് അനുകൂലമാകുമെന്നാണ് അവർ കരുതുന്നത്. CPI-യുടെ സീറ്റായ അവിടെ ഭരണവിരുദ്ധ വികാരങ്ങളും തർക്കങ്ങളും ഒക്കെ തങ്ങൾക്ക് ഗുണമാകുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ IM വിജയനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ കളി മൊത്തത്തിൽ മാറും. TN പ്രതാപൻ മണലൂരും മറ്റ് പ്രമുഖർ കൊടുങ്ങല്ലൂർ, വൈപ്പിൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അയക്കാൻ സാധ്യതയുണ്ട്. സന്ദീപാരുടെ പേരും പല മണ്ഡലങ്ങളിലായി പരിഗണിക്കുന്നുമുണ്ട്. 22 MLA-മാരിൽ 18 പേരും വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. നിലവിലെ MLA-മാർക്ക് മണ്ഡലത്തിലെ നല്ല ജനപ്രീതി ഉണ്ടെന്ന് പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് UDF-ന് വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ കണക്കുകൂട്ടുന്നത്. ബേപ്പൂരിൽ PV അൻവർ ഇതിനോടകം തന്നെ പ്രചരണം തുടങ്ങിയും കഴിഞ്ഞു. സർവേകളും പ്രാദേശിക കണക്കുകളൊക്കെ നോക്കിയാണ് 110 സീറ്റ് എന്ന വലിയ പ്രതീക്ഷയിലേക്ക് UDF എത്തുന്നത്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടതുപോലെ CPM വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. BJP 80 മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും പലയിടത്തും വോട്ട് ഷിഫ്റ്റ് നിർണായകമാവുകയും ചെയ്യും. എന്തായാലും കേരളത്തിലൊരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറുമാണ്. ഈ വലിയ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും നേരത്തെയാക്കി കോൺഗ്രസ് കരുത്തര നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം.